We were discussing about the university questions from module 1 in ACT. സോ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ടെസ്റ്റ് ഓൺ സിമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓരോ ക്വസ്റ്റ്യനായി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 3 ടെസ്റ്റ് ഓൺ സിമൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. 9 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഡിസംബർ 2019 ചോദിച്ചതാണ്. സിമൻറ്റിൽ ഉള്ള ഏതെങ്കിലും 3 ടെസ്റ്റ്. അടുത്തത് റൈറ്റ് പ്രൊസീജിയർ ഫോർ സൗണ്ട്നെസ് ടെസ്റ്റ്. അത് ഡിസംബർ 2018 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ സൗണ്ട്നെസ് ടെസ്റ്റിനെ കുറിച്ച് മാത്രം എഴുതിയാൽ മതി. അടുത്തത് എക്സ്പ്ലെയിൻ ടെസ്റ്റ് ഫോർ ഡിറ്റർമിനിങ് പ്രോപ്പർട്ടീസ് ഓഫ് സിമൻറ്റ്. 4 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഏപ്രിൽ 2018. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ആൻസറായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തേത് എക്സ്പ്ലെയിൻ എനി 3 ടെസ്റ്റ് ഓൺ സിമൻ്റ് ആണ്. 9 മാർക്കിനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതെങ്കിലും 3 ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ടെസ്റ്റാണ് സെറ്റിംഗ് ടൈം ടെസ്റ്റ്. സെറ്റിംഗ് ടൈം 2 തരത്തിലുണ്ട്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും. ഇനി ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഈസ് റിഗാർഡഡ് ആസ് ദ ടൈം elapsed between moments that the water is added to cement to the time that paste starts losing its plasticity. അപ്പോൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് വാട്ടർ നമ്മൾ സിമൻറ്റിൽ ആഡ് ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ ആ സിമൻറ്റ് പേസ്റ്റ് പ്ലാസ്റ്റിസിറ്റി ലൂസ് ചെയ്യുന്ന മൊമെൻറ്റ് വരെയുള്ള ടൈം എലാപ്സിനെയാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനി ഫൈനൽ സെറ്റിംഗ് ടൈം. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് the moment the water is added to cement and the time when paste has completely lost its plasticity. നമ്മൾ സിമൻറ്റിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന മൊമെൻറ്റ് തൊട്ട് ആ സിമൻറ്റിൻ്റെ പ്ലാസ്റ്റിസിറ്റി കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവുന്ന വരെയുള്ള ടൈമാണ് ഫൈനൽ സെറ്റിംഗ് ടൈം. അപ്പോൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് വാട്ടർ ആഡ് ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ പ്ലാസ്റ്റിസിറ്റി ലൂസ് ചെയ്യാൻ തുടങ്ങുന്നത് വരെയുള്ളതായിരുന്നു. ഫൈനൽ എന്ന് പറയുമ്പോൾ വാട്ടർ ആഡ് ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ പ്ലാസ്റ്റിസിറ്റി ഫുള്ളായിട്ട് ലൂസ് ചെയ്ത് കഴിയുന്നത് വരെയുള്ള ടൈമാണ്. ഇനി നമുക്ക് ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിനുള്ള ടെസ്റ്റ് നോക്കാം. അതിനുള്ള അപ്പാരറ്റസ് എന്ന് പറയുന്നത് വിക്കറ്റ്സ് അപ്പാരറ്റസ് ആണ്. ഇനി ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിൻ്റെ പ്രൊസീജിയറാണ് താഴെ പറയുന്നത്. ടേക്ക് 500 gram ഓഫ് സിമൻറ്റ് സാമ്പിൾ ആൻഡ് ഗേജ് ഇറ്റ് വിത്ത് 0.85 times water required to produce cement paste of standard consistency. ആദ്യം നമ്മളൊരു 500 gram സിമൻറ്റ് സാമ്പിൾ എടുക്കണം. അതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയിലുള്ള സിമൻറ്റ് പേസ്റ്റ് കിട്ടാൻ എത്ര വാട്ടർ വേണോ അതിൻ്റെ 0.85 times വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യുന്ന മൊമെൻറ്റ് തൊട്ട് നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് the paste is prepared and filled in Vickers mold in 3 different layers. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത പേസ്റ്റിനെ നമ്മൾ വിക്കറ്റ്സ് മോൾഡിൽ 3 ഡിഫറെൻറ്റ് ലെയറിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. പ്ലേസ് നീഡിൽ ഇൻ ദ ബോക്സ് ആൻഡ് ക്വിക്ക്ലി റിലീസ്. ആ ബോക്സിലേക്ക് നീഡിൽ വെക്കണം. അത് ക്വിക്കായിട്ട് റിലീസ് ചെയ്യണം. അലോ ഇറ്റ് ടു പെനിട്രേറ്റ് ഇൻ ടു ദി ടെസ്റ്റ് ബോക്സ്. ആ നീഡിലിനെ ടെസ്റ്റ് ബോക്സിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് അലോ ചെയ്യണം. റിപ്പീറ്റ് എവറി 2 minutes. ഈ നീഡിൽ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ 2 minutes ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അറ്റ് ബിഗിനിങ് നീഡിൽ പെനിട്രേറ്റ്സ് ഈസിലി. നമ്മൾ ആദ്യത്തെ സമയത്തൊക്കെ നീഡിൽ പെട്ടെന്ന് അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവും. ഇനി ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി 30 minutes ആണ് കിട്ടേണ്ടത്. The time period elapsed between time when water is added to cement and the time at which needle penetrates the test block to a depth equal to 5 plus or minus 0.5 mm from top is taken as initial setting time. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമായിട്ട് ഇതിൽ ഈ ടെസ്റ്റിൽ നിന്നുള്ള റിസൾട്ടായിട്ട് നമ്മൾ എടുക്കുന്നത് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, ആ മൊമെൻറ്റ് മുതൽ നമ്മുടെ ഈ നീഡിൽ ടെസ്റ്റ് ബ്ലോക്കിലേക്ക് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ ടോപ്പിൽ നിന്ന്
5 mm മാറിയിട്ട് ഒരു ഡെപ്തിലേക്ക് അത് പെനിട്രേറ്റ് ചെയ്ത് എത്തുന്ന വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമായിട്ട് എടുക്കുന്നത്. ഇനി അടുത്ത് ഫൈനൽ സെറ്റിംഗ് ടൈമിനുള്ള ടെസ്റ്റ് നോക്കാം. റീപ്ലേസ് നീഡിൽ ഓഫ് വിക്കറ്റ്സ് അപ്പാരറ്റസ് ബൈ എ സർക്കുലർ ബാച്ച്മെൻറ്റ്. വിക്കറ്റ്സ് അപ്പാരറ്റസിൻ്റെ നീഡിലിന് പകരം നമ്മളൊരു സർക്കുലർ ബാച്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. നീഡിലിന് 2 പോർഷൻസ് ഉണ്ട്, സെൻട്രൽ നീഡിലും സർക്കുലർ കട്ടിങ് എഡ്ജും. അലോ ഇറ്റ് ടു ഫോൾ ഇൻ എ ഫ്രീക്വൻറ്റ് ടൈം ഇൻ്റർവെൽ. ഒരു ഫ്രീക്വൻറ്റ് ടൈം ഇൻ്റർവെല്ലിന് അതിനെ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ അലോ ചെയ്യണം. അറ്റ് സം പർട്ടിക്കുലർ പോയിൻറ്റ് ദ സെൻട്രൽ നീഡിൽ മേക്സ് ആൻ ഇംപ്രഷൻ വൈൽ സർക്കുലർ കട്ടിങ് എഡ്ജ് ഫെയിൽസ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നീഡിൽ ആ സിമൻറ്റ് പേസ്റ്റിൽ ഒരു ഇംപ്രഷൻ ലീവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് വാട്ടർ ആഡ് ചെയ്യുന്ന മൊമെൻറ്റ് തൊട്ട് പ്ലാസ്റ്റിസിറ്റി കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവുന്ന വരെയുള്ള ടൈമാണ്. അപ്പോൾ ഈ ടെസ്റ്റ് പ്രൊസീജിയറിൽ നിന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ദ ടൈം പീരീഡ് elapsed between time when water is added to cement and the time at which circular attachment fails to make an impression is taken as final setting time. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എടുക്കുന്നത് നമ്മുടെ ഈ വാട്ടർ ആഡ് ചെയ്യുന്ന മൊമെൻറ്റ് മുതലുള്ള ടൈം തൊട്ട് നമ്മുടെ ടെസ്റ്റ് നീഡിൽ ആ സിമൻറ്റ് പേസ്റ്റിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഫെയിൽ ആവുന്ന വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈമായിട്ട് എടുക്കുന്നത്. ഇനി നോർമലി ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമൻറ്റ് എന്ന് പറയുന്നത് 600 minutes ആയിരിക്കും. ഇനി ഈ ടെമ്പറേച്ചർ കണ്ടക്ട് ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ദ ടെമ്പറേച്ചർ ഷുഡ് ബി 27 ഡിഗ്രി ±2 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 65 ±5% ആയിരിക്കണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് എക്സ്പ്ലെയിൻ എനി 3 ടെസ്റ്റ് ഓൺ സിമൻറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ 2 ടെസ്റ്റ് പറഞ്ഞു, ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റും ഫൈനൽ സെറ്റിംഗ് ടൈം ടെസ്റ്റും. ഇനി അടുത്ത ടെസ്റ്റ് നോക്കാം. സൗണ്ട്നെസ് ടെസ്റ്റ് ബൈ ലെ ഷാലിയസ് മെത്തേഡ്. സൗണ്ട്നെസ് ടെസ്റ്റാണ് അടുത്ത ടെസ്റ്റ്. അപ്പോൾ അതിന് വേണ്ട അപ്പാരറ്റസ് നോക്കാം. ഒരു സ്പ്ലിറ്റ് സിലിണ്ടർ വേണം, ഒരു ഗ്ലാസ് പ്ലേറ്റ് വേണം, ഒരു വെയിറ്റ് വേണം. ഇനി ഈ പ്രൊസീജിയറിൻ്റെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് എക്സസ് ഓഫ് ലൈം ഇൻ സിമൻറ്റ്. സിമൻറ്റിലുള്ള എക്സസ് ലൈമിൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാനായിട്ടാണ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി പ്രൊസീജിയറിലേക്ക് പോവാം. ആദ്യം ഒരു സിമൻറ്റ് പേസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ 0.78 times വാട്ടർ റിക്വയർഡ് ടു ഗീവ് എ പേസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി. സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിക്ക് വേണ്ട പേസ്റ്റിനേക്കാളും ഒരു 0.78 times വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ശേഷം ലൈറ്റ്ലി ഓയിൽ ദ ലെ ഷാലിയസ് മോൾഡ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ സ്ലൈറ്റ്ലി ഓയിൽഡ് ഗ്ലാസ് ഷീറ്റ്. നമ്മൾ ലെ ഷാലിയസ് അപ്പാരറ്റസ് വെച്ചിട്ടാണ് സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ലെ ഷാലിയസ് അപ്പാരറ്റസിലുള്ള ലെ ഷാലിയർ മോൾഡ് ആദ്യം നമ്മളൊന്ന് ഓയിൽ ചെയ്യണം. അതിനുശേഷം അതിനെ ഓയിൽഡ് ഗ്ലാസ് ഷീറ്റിൽ പ്ലേസ് ചെയ്യണം. ഇനി ഫിൽ ദ മോൾഡ് വിത്ത് ദ പ്രിപ്പയർഡ് സിമൻറ്റ് പേസ്റ്റ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച വാട്ടർ ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ച സിമൻറ്റ് പേസ്റ്റ് ഈ മോൾഡിലേക്ക് ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ഫില്ലിംഗ് ദ മോൾഡ് കീപ് ദ എഡ്ജ് ഓഫ് മോൾഡ് ജെൻറ്റ്ലി ടുഗദർ. ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് മോൾഡിൻ്റെ എഡ്ജ് ടുഗദർ ആയിരിക്കാൻ ശ്രമിക്കണം, ജെൻറ്റിലായിട്ട്. കവർ മോൾഡ് വിത്ത് അനദർ പീസ് ഓഫ് ലൈറ്റ്ലി ഓയിൽഡ് ഗ്ലാസ് ഷീറ്റ്. ഫില്ല് ചെയ്തതിന് ശേഷം ഈ മോൾഡിനെ നമ്മൾ ലൈറ്റായിട്ട് ഓയിൽ ചെയ്ത ഒരു ഗ്ലാസ് ഷീറ്റ് വെച്ച് കവർ ചെയ്യണം. എന്നിട്ട് ഒരു ചെറിയ വെയിറ്റ് ഈ കവർ ചെയ്ത ഗ്ലാസ് ഷീറ്റിന് മുകളിൽ പ്ലേസ് ചെയ്യണം. ഇനി സബ്മർജ് ദ ഹോൾ അസംബ്ലി ഇൻ വാട്ടർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 27 ±2 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് കീപ് ദെയർ ഫോർ 24 hours. എന്നിട്ട് നമ്മൾ ഈ ഫുൾ അസംബ്ലിയെ നേരെ നമ്മുടെ വാട്ടറിൽ കൊണ്ട് ഡിപ്പ് ചെയ്ത് വെക്കണം. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 27 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. 24 hours വാട്ടറിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ട് വെക്കണം.
ഇനി റിമൂവ് ദ ഹോൾ അസംബ്ലി ഫ്രം വാട്ടർ ബാത്ത് ആൻഡ് മെഷർ ദ ഡിസ്റ്റൻസ് separating the indicator points to the nearest 0.5 mm. Submerge mold again in water. Heat the water and bring to boiling point and cool down to room temperature. Measure distance between two indicator points to nearest 0.5 mm. അപ്പോൾ soundness is equal to L1 minus L2. L1 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വാട്ടറിൽ 24 hours ഡിപ്പ് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ആയ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ L1 എന്ന് എടുക്കുന്നത്. L2 എന്ന് പറയുന്നത് അത് എടുത്തതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത ശേഷം ആ വെള്ളത്തിനെ നമ്മൾ ബോയിൽ ചെയ്ത് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് വരെ ബോയിൽ ചെയ്തിട്ട് പിന്നെ കൂൾ ചെയ്തിട്ട് എടുക്കുന്ന ഡിസ്റ്റൻസാണ് L2. അപ്പോൾ സൗണ്ട്നെസ് വാല്യൂ ഈസ് എന്ന് പറയുന്നത് L1 മൈനസ് L2 ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 ടെസ്റ്റ് പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, റൈറ്റ് പ്രൊസീജിയർ ഫോർ സൗണ്ട്നെസ് ടെസ്റ്റ്. അത് 6 മാർക്കിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ടെസ്റ്റ് ഫോർ ഡിറ്റർമിനിങ് പ്രോപ്പർട്ടീസ് ഓഫ് സിമൻറ്റ്. ആ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം പ്രോപ്പർട്ടി, ഫൈനൽ സെറ്റിംഗ് ടൈം പ്രോപ്പർട്ടി അതൊക്കെ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ്. ഇനി നമ്മൾ ടെസ്റ്റ് ഓൺ സിമൻ്റ് എന്ന് ചോദിക്കുമ്പോൾ സിമൻറ്റിൽ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റ് കൂടി വരുന്നുണ്ട്. അത് സിമൻറ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യുന്ന കുറച്ച് പ്രിലിമിനറി ടെസ്റ്റ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്. നമ്മുടെ സിമൻറ്റ് ബാഗിലുള്ള ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. സിമൻറ്റിൻ്റെ ഏജ് കൂടുന്നതിനനുസരിച്ച് സിമൻറ്റിൻ്റെ സ്ട്രെങ്ത് എപ്പോഴും ഡിക്രീസായി വരും. ഇനി ഏജ് ഓഫ് സിമൻറ്റും പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഇറ്റ് സ്ട്രെങ്തും കാണിച്ചിരിക്കുന്ന ഒരു ടേബിളാണിത്. 3 months ഏജുള്ള ഒരു സിമൻറ്റിന് 20 to 30% വരെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യാം. 6 മന്തോളം ഏജ്ഡ് ആണെങ്കിൽ 30 to 40% വരെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യാം. അടുത്ത് 1 വർഷത്തോളം ഏജ്ഡ് ആണെങ്കിൽ 40 to 50% വരെയുള്ള സ്ട്രെങ്തും ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് കളർ ഓഫ് സിമൻറ്റ്. കളർ ഓഫ് സിമൻറ്റ് ഷുഡ് ബി യൂണിഫോം. സിമൻറ്റ് എപ്പോഴും ഒരു യൂണിഫോം കളറായിരിക്കണം. ആ കളർ എന്ന് പറയുന്നത് ഒരു ഗ്രേ വിത്ത് സ്ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡാണ് സിമൻറ്റിൻ്റെ ഐഡിയൽ കളർ. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് ചെക്ക് വെദർ ഹാർഡ് ലംസ് ആർ ഫോംഡ്. ഹാർഡായിട്ടുള്ള ലംസ് സിമൻറ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു ഗുഡ് ക്വാളിറ്റി സിമൻറ്റിന് എപ്പോഴും ഹാർഡ് ലംസ് കുറവായിരിക്കും. ലംസ് ഫോം ചെയ്യുന്നത് അബ്സോർപ്ഷൻ ഓഫ് അറ്റ്മോസ്ഫറിക് മോയ്സ്ചർ കാരണമാണ്. അടുത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യം ചെക്ക് വെദർ സിമൻറ്റ് ഈസ് സ്മൂത്ത്. സിമൻറ്റ് സ്മൂത്ത് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സിമൻറ്റ് എടുത്ത് ഹാൻഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്കൊരു സ്മൂത്ത് ഫീലിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സിമൻറ്റ് സ്മൂത്ത് ആണെന്ന് പറയാം. ഇനി റഫായിട്ടാണ് ഫീൽ ആവുന്നതെങ്കിൽ ആ സിമൻറ്റ് അഡൾട്രേഷൻ ഓഫ് സാൻഡ് ആ സിമൻറ്റിലുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ഒരു ടെസ്റ്റാണ് ചെക്ക് ദ ടെമ്പറേച്ചർ ഇൻസൈഡ് സിമൻറ്റ് ബാഗ്. സിമൻറ്റ് ബാഗിനകത്തുള്ള ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കൈ ആ സിമൻറ്റ് ബാഗിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ട് നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് കൂളായിട്ട് ഫീൽ ചെയ്യണം. ഇനി കൂളായിട്ടല്ല വാമായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ സിമൻറ്റിൽ ഹൈഡ്രേഷൻ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്ത ടെസ്റ്റ് ചെക്ക് വെദർ ഇറ്റ് സിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് കുറച്ച് സിമൻറ്റ് എടുത്തിട്ട് അതിന് വാട്ടറിലേക്ക് pour ചെയ്യുക. അപ്പോൾ ആ സിമൻറ്റ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു ഗുഡ് ക്വാളിറ്റി സിമൻറ്റ് ഫ്ലോട്ട് ചെയ്യണം. ലാസ്റ്റ് വൺ ചെക്ക് സ്മെൽ ഓഫ് സിമൻറ്റ് പേസ്റ്റ്. സിമൻറ്റ് പേസ്റ്റിൻ്റെ സ്മെല്ല് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒരു തിന്നായിട്ടുള്ള സിമൻറ്റ് പേസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം പേസ്റ്റ് ഷുഡ് ബി ഫീൽ സ്റ്റിക്കി ബിറ്റ്വീൻ ഫിംഗേഴ്സ്.
ആ പേസ്റ്റിനൊരു എർത്തി സ്മെൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഗുഡ് ക്വാളിറ്റി സിമൻ്റ് അല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ടെസ്റ്റ് ഓൺ സിമൻ്റ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് ഇൻ കോൺക്രീറ്റ്? സൈസിൻ്റെയും ഷേപ്പിൻ്റെയും അഗ്രിഗേറ്റിൻ്റെ സൈസിൻ്റെയും ഷേപ്പിൻ്റെയും എഫക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കോൺക്രീറ്റിൽ. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2018 ചോദിച്ചതാണ്. അപ്പോൾ ആദ്യം നമുക്ക് സൈസിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലാർജർ സൈസിലുള്ള അഗ്രിഗേറ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതിനുള്ള റീസൺസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദി സിമൻറ്റ് റിക്വയർമെൻറ്റ്, ഇറ്റ് റെഡ്യൂസസ് ദി വാട്ടർ റിക്വയർമെൻറ്റ്, ഇറ്റ് റെഡ്യൂസസ് ദി ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. ഇത് മൂന്നുമാണ് ലാർജർ സൈസിലുള്ള അഗ്രിഗേറ്റ് ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺസ്. ഇനി നമ്മൾ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഗ്രേഡ്സ്, കുറച്ച് ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്. MSA എന്ന് വെച്ചാൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്. അതിൽ പറയുന്നത് തിക്നെസ് ഓഫ് സെക്ഷൻ പറയുന്നത് MSA ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1/4 തിക്നെസ് ഓഫ് സെക്ഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് സ്പേസിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് MSA ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 5 mm ലെസ് ദാൻ സ്പേസിംഗ് ഓഫ് സ്റ്റീൽ. അടുത്തത് ക്ലിയർ കവർ MSA ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 5 mm ലെസ് ദാൻ കവർ പ്രൊവൈഡഡ്. ഇത്രയുമാണ് സൈസിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇനി ഷേപ്പിൻ്റെത് നോക്കാം. നമ്മൾ അഗ്രിഗേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് ഷേപ്പിൻ്റെ ബേസിസിൽ അഗ്രിഗേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. റൗണ്ടഡ്, ഫ്ലേക്കി, എലോങ്ങേറ്റഡ്, അതുപോലെ ഇറഗുലർ, അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ക്ലാസിഫിക്കേഷൻ ചോദിക്കുമ്പോൾ നമ്മളിതെല്ലാം ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഗ്രിഗേറ്റിൻ്റെ സൈസിൻ്റെയും ഷേപ്പിൻ്റെയും എഫക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൗണ്ടഡ് അഗ്രിഗേറ്റ്സിൽ മിനിമം പെർസെൻറ്റേജ് ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് 32 to 33% ആണ്. അതുകൊണ്ട് തന്നെ അത് മോർ വർക്കബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. ഇനി ഇറ്റ് റിക്വയർസ് ലെസ്സർ എമൗണ്ട് ഓഫ് വാട്ടർ സിമൻറ്റ് റേഷ്യോ. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. അപ്പോൾ ഇതിലെല്ലാം കോൺക്രീറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചോദിച്ചാൽ എഴുതിയാൽ മതിയാവും. അടുത്ത സെക്കൻഡ് മെയിൻ എന്ന് പറയുന്നത് ഇറഗുലർ അഗ്രിഗേറ്റ് ആണ്. അതിൽ പെർസെൻറ്റേജ് ഓഫ് വോയിഡ്സ് 35 to 37% ആണ്. ലെസ്സർ വർക്കബിലിറ്റി ആണ് കമ്പയർഡ് ടു റൗണ്ട് അഗ്രിഗേറ്റ്സ്. പിന്നെ ഇത് ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഹയർ ദാൻ റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് ബട്ട് നോട്ട് ആസ് റിക്വയർഡ് ഫോർ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഇനി അടുത്തത് ആംഗുലാർ അഗ്രിഗേറ്റ്. അതിൽ പെർസെൻറ്റേജ് ഓഫ് വോയിഡ്സ് 38 to 45% ആണ്. ഇറ്റ് ഗീവ്സ് മോർ കംപ്രസീവ് സ്ട്രെങ്ത് ഡ്യൂ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രോങ് അഗ്രിഗേറ്റ് മോർട്ടാർ ബോണ്ട്. അപ്പോൾ ഇതാണ് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രിഫർ ചെയ്യുന്ന അഗ്രിഗേറ്റ് ആംഗുലാർ ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. അപ്പോൾ അടുത്തത് ഫ്ലേക്കി അഗ്രിഗേറ്റ്. When aggregate thickness is smaller when compared with the width and length of aggregate, it is called flaky. അടുത്ത എലോങ്ങേറ്റഡ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് അഗ്രിഗേറ്റ് ലാർജർ ആണെങ്കിൽ അതിനെ എലോങ്ങേറ്റഡ് എന്നും പറയും. ഇതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ഇൻ കോൺക്രീറ്റ് എന്ന് ചോദിക്കുമ്പോൾ ആ കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോർഷൻസ് മാത്രം എഴുതുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.